സെക്രട്ടേറിയറ്റിന് മുന്നിൽ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ച വിഷയത്തിൽ കർശന നടപടി സ്വീകരിക്കാൻ ഹൈക്കോടതിയുടെ നിർദ്ദേശം. ഉത്തരവുകൾ ജനസേവകരമായ സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെ പാലിക്കാത്തത് ദയനീയമെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ഉദ്യോഗസ്ഥർ നിയമലംഘനം നടത്തുമ്പോൾ കോടതിക്ക് നോക്കിയിരിക്കാനാകില്ലെന്നും കോടതിയുടെ വിമർശനം. ഇത്തരക്കാരെ സസ്പെൻഡ് ചെയ്യുകയാണ് വേണ്ടതെന്നും കോടതി ചൂണ്ടിക്കാട്ടി. കൂടുതൽ വിവരങ്ങളുമായി രേഷ്മ ബാബു ചേർന്നുണ്ട്. രേഷ്മ, എന്തൊക്കെയാണ് മറ്റ് നിർദ്ദേശങ്ങൾ? കഴിഞ്ഞ ദിവസമാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടപ്പാത കയ്യേറിക്കൊണ്ട് എംപ്ലോയീസ് അസോസിയേഷൻ കൂറ്റൻ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചത്. നേരത്തെ തന്നെ ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട്. അനധികൃതമായിട്ട് ഫ്ലെക്സ് ബോർഡുകൾ നടപ്പാതകൾ കയ്യേറിക്കൊണ്ട് സ്ഥാപിക്കരുത് എന്നുള്ളത്. പക്ഷേ ഇത് കാറ്റിൽ പറത്തിക്കൊണ്ടായിരുന്നു അസോസിയേഷൻ ഇത്തരത്തിലുള്ള ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചത്. ഈ വിഷയത്തിലാണ് സംഘടന ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്കെതിരെ നടപടി സ്വീകരിക്കാനായിട്ട് ഹൈക്കോടതി നിലവിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സംഘടനയുടെ പ്രസിഡന്റും സെക്രട്ടറിയും അഡീഷണൽ സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി എന്നീ റാങ്കിലുള്ളവരാണ് എന്നത് അതീവ ഗൗരവത്തോടെ കാണുന്നുവെന്നാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വിമർശന സ്വരത്തിൽ പറഞ്ഞിട്ടുള്ളത്. പ്രത്യേക സംഘത്തെ അന്വേഷണത്തിന് നിയോഗിക്കാനായിട്ട് സംസ്ഥാന പോലീസ് മേധാവിക്കും ഇക്കാര്യത്തിൽ ഹൈക്കോടതി നിർദ്ദേശം നൽകി. ഒരാഴ്ചയ്ക്കകം ഈ അന്വേഷണ സംഘം റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയും വേണം. തിരുവനന്തപുരം കോർപ്പറേഷൻ ബോർഡ് നീക്കം ചെയ്തെങ്കിലും നിയമലംഘനം നിസ്സാരമായി കാണാനാവില്ലെന്നും ഹൈക്കോടതി എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. ബോർഡ് മാറ്റിയതിന് എന്ത് ചെലവ് വന്നു എന്നതിലടക്കം വിശദീകരണം നൽകാനും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ വാക്കാലും ചില വിമർശന പരാമർശങ്ങൾ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഇക്കാര്യത്തിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. സർക്കാരിന്റെയും കോടതിയുടെ ഉത്തരവുകൾ ജനസേവകരായിട്ടുള്ള സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെ പാലിക്കാത്തത് ദയനീയമാണെന്നാണ് സിംഗിൾ ബെഞ്ചിന്റെ കുറ്റപ്പെടുത്തൽ. ജനസേവകരായിട്ടുള്ള ഉദ്യോഗസ്ഥർ നിയമലംഘനം നടത്തുമ്പോൾ അത് കോടതിക്ക് നോക്കിയിരിക്കാനാകില്ല എന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വിമർശിക്കുകയും ചെയ്തു. ഇത്തരക്കാരെ സസ്പെൻഡ് ചെയ്യുകയാണ് വേണ്ടതെന്നും ഹൈക്കോടതി നിലപാടെടുത്തിരിക്കുകയാണ്. എന്തായാലും തലസ്ഥാന നഗരത്തിൽ സ്വാധീനമുണ്ടെന്ന് കരുതി എന്തുമാകാമെന്ന ധാരണ വേണ്ടെന്നും ഹൈക്കോടതി ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. സെക്രട്ടേറിയറ്റിൽ എന്ത് നടക്കുന്നുവെന്ന് സർക്കാരിന് അറിയില്ലേ എന്നുള്ള വിമർശന രൂപേണയുള്ള ചോദ്യവും ഹൈക്കോടതി ഉന്നയിക്കുകയും ചെയ്തു. എന്തായാലും ഈ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ നടപ്പാത കയ്യേറിക്കൊണ്ട് ഫ്ലെക്സ് സ്ഥാപിച്ചതിൽ അസോസിയേഷൻ ഭാരവാഹികൾ അടക്കം വിശദീകരണം നൽകേണ്ടി വരും. ഇക്കാര്യത്തിൽ സംസ്ഥാന പോലീസ് മേധാവി പ്രത്യേക സംഘത്തെ നിയോഗിച്ചുകൊണ്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയും വേണം. വിഷ്ണു. ശരി, രേഷ്മയാണ് വിവരങ്ങൾ നൽകിയത്.